ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൺഡയറക്റ്റ് ഗോ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചത് സൺഡയറക്റ്റിൻ്റെ ഗോ ആപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഞാനെൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സൺഡയറക്റ്റ് ഗോ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറയാം. സൺഡയറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ DTH യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു OTT ലൈവ് TV, അതായത് OTT പ്ലസ് ലൈവ് TV കോമ്പിനേഷനുള്ള ഒരു ആപ്ലിക്കേഷൻ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അതാണ് സൺഡയറക്റ്റ് ഗോ. നിലവിൽ എല്ലാ DTH ഓപ്പറേറ്റേഴ്സ്, അതായത് ടാറ്റ പ്ലേ, എയർടെൽ, D2H അങ്ങനെയുള്ള എല്ലാ കമ്പനികളും നിലവിൽ OTT ലൈവ് TV ആപ്ലിക്കേഷൻസ് അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൺഡയറക്റ്റ് മാത്രമാണ് അതിൽ ഇത്ര ഒരു ഡിലേ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും അവരുടെ കസ്റ്റമേഴ്സിന്, കാരണം റീസെൻ്റായിട്ട് എല്ലാതെയും ഒരു പുതിയ ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് നെറ്റ്വർക്കുകൾ OTT അല്ലെങ്കിൽ ലൈവ് TV മൊബൈലിൽ കിട്ടുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം സൺഡയറക്റ്റിന് മാത്രം അതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സൺഡയറക്റ്റ് റീസെൻ്റായിട്ട് അവരുടെ ഈ സൺഡയറക്റ്റ് ഗോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. നിലവിൽ പക്ഷേ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ ഫുൾ ഫങ്ഷനാലിറ്റി ഇപ്പോൾ നിലവിലില്ല. ഇതിൽ OTT പിന്നെ ലൈവ് TV ഉണ്ട്, പക്ഷേ അത് ലൈവ് TV മാത്രമേ നിലവിൽ ഇപ്പം വർക്കാകത്തുള്ളൂ. OTT സെക്ഷൻ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ അവരുടെ കസ്റ്റമർ കെയറോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് OTTയുടെ എന്നത്തേന് അവൈലബിൾ ആണെന്നുള്ള അവർക്ക് അറിയില്ല എന്നാണ്. പക്ഷേ ഞാൻ അൺഒഫീഷ്യലായിട്ട് സൺഡയറക്റ്റിൽ കോൺടാക്റ്റുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ദീപാവലിയോടനുബന്ധിച്ച് അവരുടെ 4K ബോക്സ് കസ്റ്റമേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിലവിൽ 4K ബോക്സ് വന്നിട്ടുണ്ട്, പക്ഷേ അത് കസ്റ്റമേഴ്സ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ദീപാവലിയോടനുബന്ധിച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സൺഡയറക്റ്റ് ഗോ ആപ്ലിക്കേഷൻ ഫുൾ ലെവൽ OTTയുടെയും കൂടെ വർക്കിംഗ് ഓക്കെ ആക്കുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ അത് അൺഒഫീഷ്യലാണ്, നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല വരെ. നിലവിൽ മൊബൈലിൽ ഈ പറഞ്ഞ ലൈവ് TV സെക്ഷൻ വർക്കിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പ്ലാനിനനുസരിച്ചുള്ള ചാനലുകൾ അതിൽ കൂടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷനിൽ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി പേര് പറയുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണൊക്കെ. അപ്പം അതിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നിലവിൽ പബ്ലിക് രജിസ്ട്രേഷൻ അവൈലബിൾ അല്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അവിടെ സൺഡയറക്റ്റിൽ DTH കണക്ഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു മൊബൈൽ നമ്പർ, DTH കണക്ഷൻ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ. അപ്പം ഒത്തിരി പേര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഓപ്ഷൻ കണ്ടുകൊണ്ട് മൊബൈൽ നമ്പർ കൊടുക്കുമ്പം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കുക. നിങ്ങൾക്ക് സൺഡയറക്റ്റ് DTH ഉണ്ടായിരിക്കണം. ആ DTHൽ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാനലുകൾ, നമ്മുടെ പാക്കേജിലുള്ള ചാനലുകൾ മാത്രമാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സൺഡയറക്റ്റിൽ മാത്രം ഇപ്പം നിലവിൽ അവർ ചെയ്യുന്നത് വെച്ചാൽ ഏത് പാക്കേജ് എടുത്താലും ഇതിൽ വർക്കാകില്ല. മന്ത്ലി റേറ്റ് 250 മുകളിലോട്ട് വരുന്ന പ്ലാനുകളിൽ മാത്രമേ ഇത് ലൈവ് TV വർക്കാകത്തുള്ളൂ മൊബൈലിൽ. അപ്പോൾ നിങ്ങൾ ഈ സൺഡയറക്റ്റിന് NCF പ്ലാൻ ഉണ്ടല്ലോ, 59 രൂപ, അതോ അല്ലെങ്കിൽ കട്ടായി കിടക്കുന്നവർക്ക് 6 മാസത്തേക്ക് ഒരു കൊല്ലത്തേക്കുള്ള പ്ലാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്ലാൻ ചെയ്തേക്കുന്നവർക്ക് ഈ മൊബൈൽ ആപ്പ് വർക്കാകില്ല, അതായത് ലൈവ് TV വർക്കാകില്ല. അതിന് മന്ത്ലി 250 അതിന് മുകളിലോട്ടുള്ള പ്ലാൻ എടുക്കണം. അതായത് മലയാളം പ്രൈം അതാണ് തോന്നുന്നു 250. ഞാൻ എടുത്തേക്കുന്നത് HD വാല്യൂ പാക്കാണ് 268. അപ്പോൾ 250 മുകളിലോട്ട് മന്ത്ലി റേറ്റ് വരുന്നത്, അത് നിങ്ങൾക്ക് 6 മാസം ഒരു കൊല്ലം ചെയ്യാം. പക്ഷേ മന്ത്ലി റേറ്റ് 250 മുകളിലോട്ട് വരുന്ന പ്ലാനുകളിൽ മാത്രമേ ലൈവ് TV വർക്കാകത്തുള്ളൂ. അപ്പോൾ അതിൽ താഴെയുള്ള പ്ലാനാണെങ്കിൽ നിങ്ങൾക്ക് വർക്കാകില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് നമ്മുടെ ഈ പറഞ്ഞ നമ്മളെടുത്തിരിക്കുന്ന പാക്കേജാണ്. അതിലെ ചാനലുകളൊക്കെ നമുക്ക് ലൈവായിട്ട് മൊബൈലിലും കാണാൻ പറ്റും. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ചാനലുകളായ ഏഷ്യാനെറ്റ് മൂവീസ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഈ 3 ചാനൽ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഹോട്ട്സ്റ്റാറിൽ പോയാണ് പ്ലേ ചെയ്യുന്നത്. അത് സൺഡയറക്റ്റിൻ്റെ കുഴപ്പമില്ല, എല്ലാ ആപ്ലിക്കേഷനും അങ്ങനെയാണ്. സ്റ്റാറിൻ്റെ ചാനലുകൾ അവരുടെ ഹോട്ട്സ്റ്റാറിൽ പോയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് സൺഡയറക്റ്റിൻ്റെ ആപ്പിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ മലയാളത്തിലെ എല്ലാ ചാനലും തന്നെ ഈ ആപ്പിൽ വർക്ക് ചെയ്യും. റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റേ ന്യൂസ് മലയാളം 24/7, അത് മാത്രമാണ് സൺഡയറക്റ്റ് ഗോയിൽ ഇപ്പം വർക്കാകാത്തത്. അതായത് അത് കാണിക്കുന്നില്ലെങ്കിൽ അത് TV മാത്രമേ വർക്കാകത്തുള്ളൂ, സെറ്റ് ബോക്സിൽ മാത്രമേ വർക്കാകുന്നുള്ളൂ. ബാക്കി മലയാളം ചാനലുകളെല്ലാം നമ്മൾ DTHലുള്ളതെല്ലാം തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൺഡയറക്റ്റ് DTH കണക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റീചാർജ് 250 മുകളിലുള്ള പ്ലാനാണെങ്കിൽ നിങ്ങൾക്ക് സൺഡയറക്റ്റ് ഗോ ആപ്ലിക്കേഷൻ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. നിലവിൽ ഇത് ഫോണിൽ മാത്രമേ വർക്കാവും, അതായത് ആൻഡ്രോയിഡ് ഫോണിൽ വർക്കാവും, പിന്നെ ആൻഡ്രോയിഡ് ടാബ്ലറ്റിൽ വർക്കാവും, പിന്നെ അതുപോലെ തന്നെ ഐഫോണിലും ഐപാഡിലും വർക്കാവും. സിസ്റ്റത്തിലോ അല്ലെങ്കിൽ TVയിലോ, അതായത് ആൻഡ്രോയിഡ് TVയിലോ വർക്കാകത്തില്ല. ആൻഡ്രോയിഡ് TV വർക്കാവുന്ന ആപ്ലിക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർ റിമൂവ് ചെയ്തു. അതെനിക്ക് തോന്നുന്നത് അവർ സൺഡയറക്റ്റ് ഗോ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് സെറ്റ് ഓഫ് ബോക്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പബ്ലിക്കലി അവൈലബിൾ ആക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ സെറ്റ് ഓഫ് ബോക്സിൽ മാത്രമേ കാണുള്ളൂ. നിലവിൽ എന്തായാലും ആൻഡ്രോയിഡ് TVകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല, മൊബൈലിലും ടാബിലും മാത്രമേ വർക്കാകത്തുള്ളൂ. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് അറ്റ് എ ടൈം ഒരു മൊബൈലിൽ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിൽ മാത്രമേ വർക്കാവുള്ളൂ. നമുക്ക് വേറെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് മറ്റേതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ഡിവൈസിൽ ഒരേ സമയം കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയത് ക്ലാരിറ്റിയാണ്.
സൺ ഡയറക്റ്റിൻ്റെ പണ്ട് തൊട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ക്ലാരിറ്റി, അതായത് DTHൽ മറ്റ് DTHലെ അപേക്ഷിച്ച് ഇവരുടെ പിക്ചർ ക്ലാരിറ്റി തീരെ മോശമാണ്. അത് ഉള്ളതാണ്. പക്ഷേ ആപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി നല്ലതാണ്. അതായത് നമുക്ക് ശരിക്കും പറയുന്നത് ടാറ്റ പ്ലേയുടെ ഒക്കെ മൊബൈൽ ആപ്ലിക്കേഷനിലെ ചാനലിലെ ക്ലാരിറ്റി വെച്ച് നോക്കുമ്പോൾ സൺ ഡയറക്റ്റ് ഒരുപാട് ബെറ്ററാണ്. ഓൾമോസ്റ്റ് നമുക്ക് HD പോലെ ഫീൽ ചെയ്യും. അത് SD ചാനലാണെങ്കിൽ പോലും. അത് HD പോലെയാണ് നമുക്ക് HD ആയിട്ടല്ല. പിന്നെ HD ചാനലൊക്കെ നല്ല ഒന്നാന്തരം ക്ലാരിറ്റി തന്നെയാണ്. നമുക്ക് ശരിക്കും TV കാണുന്ന ആ ഒരു സ്ട്രീം അല്ല നമുക്ക് മൊബൈലിൽ കിട്ടുന്ന ഡിജിറ്റൽ സ്ട്രീം വേറെ രീതിയിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ അത് സൺ ഡയറക്റ്റിൻ്റെ DTHനെ അപേക്ഷിച്ച് ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ബെനിഫിറ്റ് ഉള്ളത്, ഇതിൽ ഇവർ കാസ്റ്റിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ടാറ്റ പ്ലേയിലൊന്നും നമുക്ക് മൊബൈലിൽ TV കാണുന്ന സമയത്ത് കാസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. പക്ഷേ സൺ ഡയറക്റ്റ് ഗോയിൽ നമുക്ക് കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിൽ ആ വീഡിയോ അല്ലെങ്കിൽ ചാനൽ പ്ലേ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മുടെ ആൻഡ്രോയിഡ് TVയിലേക്ക് സ്മാർട്ട് TVയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഹൈ ക്ലാരിറ്റിയിൽ ഇപ്പോൾ HD ചാനലായിക്കോട്ടെ SD ചാനലായിക്കോട്ടെ നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് TVയിൽ കാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് സൺ ഡയറക്റ്റിൻ്റെ ഗോ ആപ്ലിക്കേഷനിൽ. പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസും കുറച്ച് സിമ്പിളാണ്. ഇപ്പോൾ ടാറ്റ പ്ലേയുടെ ഒക്കെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ലൈവ് TV ഒക്കെ എടുത്ത് കാണുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇവരുടെ സൺ ഡയറക്റ്റിൻ്റെ പക്ക ഒരു OTT മൊബൈൽ TV ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ UI ഒക്കെ ഇച്ചിരി സിമ്പിളാണ്. നമുക്ക് ലൈവ് TVയിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. അവിടെ ഒറ്റ ക്ലിക്കിൽ തന്നെ ചാനലും കാണാൻ പറ്റും. അപ്പോൾ അതും ഒരു പ്ലസ് പോയിൻ്റാണ് മറ്റേ ടാറ്റ പ്ലേയുടെ ഒക്കെ ആപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇപ്പം ഓവറോൾ ഇപ്പം ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റി ലൈവ് TV മാത്രം അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ പോലും ആ ഒരു ഫംഗ്ഷനാലിറ്റി പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ തന്നെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സൺ ഡയറക്റ്റിൻ്റെ DTH കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓർക്കുക 250 അതിന് മുകളിലോട്ടുള്ള പാക്കേജുള്ളവർക്ക് മാത്രമേ നിലവിൽ അത് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് സൺ ഡയറക്റ്റ് ഗോ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മളത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.